ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് സൺഡേ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് വേളിയിലാണ് കറങ്ങാനായിട്ട് പോയത്. മക്കളെയും കൊണ്ട് ഞാനും ചേട്ടനും പൊന്നും പാറൂസേട്ടനും പോയത്. അപ്പോൾ വേളിയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല ഗൈസ്, എല്ലാം പൊട്ടി തകർന്ന് പാളീസായിട്ട് ഓരോന്നും കിടപ്പുണ്ട്. ആകെ ആ കാണുന്ന 3 ഊഞ്ഞാലും ഉണ്ട്. ഇതൊക്കെ കണ്ടോ, കുട്ടികളിരുന്ന് ആടുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം തുരുമ്പിച്ച് ആകെ എല്ലാം പോവാറായിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് വേറെ നടന്നു. അങ്ങോട്ടെങ്ങാനും പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ഒന്നുമില്ല. ഈ ആടുന്ന ഊഞ്ഞാൽ മാത്രമുണ്ട്. പിന്നെ പാറുട്ടിക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അവൾ അതിലിരുന്ന് ഇങ്ങനെ ആടി കേട്ടോ. പിന്നെ അപ്പോൾ ചേട്ടൻ പറയാണ്, വന്നത് തന്നെ വെറുതെ ആയിപ്പോയി, നമുക്ക് അങ്ങ് ആക്കുളത്ത് പോയാൽ മതിയായിരുന്നു, അവിടെ ഇതിനെക്കാട്ടും ഉണ്ടെന്നൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും കയറി ഇനി എല്ലാം കണ്ടിട്ട് പോവാം എന്നും പറഞ്ഞ് നമ്മൾ നേരെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് അധികം ആരെയും വിടത്തില്ല. അവിടെ കടൽ ഇനി കയറി കിടക്കണോണ്ട് അധികം കടപ്പുറത്തോട്ട് ആരെയും അങ്ങനെ വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോയത്. അവിടെയും തള്ള് കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇറങ്ങി ഈ പാലത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ തലവേദനയോ തലപെരുപ്പോ എന്തോ നമ്മൾ വീഴാൻ പോകുന്ന ഒരു എന്തൊക്കെയോ തോന്നും നമുക്ക്. അത് ചെന്നാൽ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയാൽ മതി എന്നും പറഞ്ഞ് ഞാൻ നടക്കുകയാണ് കേസ്. അത് കുലുങ്ങിയാണ്. അത് ഇപ്പോൾ വീഴുമെന്നും പറഞ്ഞാണ് അത് ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ എത്താറായി. അവിടെ ചെന്നപ്പോഴും കണ്ടില്ലേ നല്ല തിരക്കുണ്ട്. അവിടെയൊക്കെ പൂട്ടിയിട്ടേക്കുന്ന ആ കടകളൊക്കെ, അവിടെ എന്തൊക്കെ കടകളൊക്കെയാണ്. പിന്നെ അവിടുത്തെ നമ്മൾ കടപ്പുറത്ത് ചെല്ലുമ്പോൾ കുതിര സവാരിയൊക്കെ ഉണ്ടല്ലോ, ആ കുതിരയൊക്കെ നമ്മൾ ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത്. എവിടെ നമ്മൾ ഈ സ്ഥലത്താണ് കെട്ടിയിരിക്കുന്നത്. 3 കുതിരയുണ്ട് കേട്ടോ. അങ്ങനെ പാറുവിനെ കുതിര ഒന്ന് തൊടാമെന്നും പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ തൊട്ടാൻ പറ്റിയില്ല കേട്ടോ. കുതിര നല്ല ഗർജനത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് കുതിരയെ നമ്മൾ തൊട്ടില്ല. പിന്നെ അതിനൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാൻ വയ്യ. അതോ അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, കാണാനും എടുക്കാനും ഒക്കെ. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇവിടെ. ആകെ ശോകമാണ്. ചെടികളൊക്കെ തന്നെ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.